നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഏതാണ്ട് ലക്ഷക്കണക്കിന് ബംഗാൾ തൊഴിലാളികളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് പോയത്. വോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ലക്ഷക്കണക്കിന് തൊഴിലാളികൾ കൂട്ടത്തോടെ ബംഗാളിലേക്ക് മടങ്ങിപ്പോയത് കേരളത്തിലടക്കം വലിയ തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. പ്രത്യേകിച്ചും നിർമ്മാണ മേഖലയിലും ഹോട്ടൽ മേഖലയിലുമെല്ലാം പ്രതിസന്ധി രൂക്ഷമായി. വോട്ടെടുപ്പ് കഴിഞ്ഞാലും വോട്ട് എണ്ണൽ കഴിയുമ്പോഴേക്കും മടങ്ങി വരും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ വോട്ടെണ്ണൽ കഴിഞ്ഞു, പുതിയ സർക്കാർ നിലവിൽ വന്നപ്പോഴും തൊഴിലാളികൾ മടങ്ങിയെത്തിയില്ല. ഇവിടെ നിന്നും മടങ്ങിപ്പോയ ഏതാണ്ട് 80% തൊഴിലാളികളും മടങ്ങിയെത്തിയില്ല. അവർ സ്വന്തം നാട്ടിൽ തുടരുകയാണ്. അതായത് അവരുടെ മനസ്സിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോഴേ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, മമതാ ബാനർജി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറും, അതായത് മറ്റൊരു സർക്കാർ അവിടെ വരും, ആ സർക്കാരിലൂടെ ബംഗാളിൽ വികസനമുണ്ടാകും, സ്വന്തം നാട്ടിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവസരമുണ്ടാകും, അത് വീടും നാടും ഉപേക്ഷിച്ച് ഇനി കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വന്ന് തൊഴിലെടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല എന്ന് ഈ പറയുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ പോലും ബോധവാന്മാരായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിച്ചതും അതുതന്നെയാണ്. 15 വർഷം നീണ്ടുനിന്ന മമതാ ബാനർജിയുടെ സർക്കാർ നിലംപതിച്ചു. അവിടെ ചരിത്രത്തിലാദ്യമായി BJP അധികാരത്തിൽ വരുന്നു. BJP അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ ബംഗാൾ സ്വദേശികളായ തൊഴിലാളികൾ അവിടെ തുടരുകയായിരുന്നു. ചിലർ അവിടെ തന്നെ അല്ലറ ചില്ലറ ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. മറ്റു ചിലരാകട്ടെ അന്യ സംസ്ഥാനങ്ങളിൽ, അതായത് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന അയൽ സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്നു. ദൂരെയൊന്നും ഇത്രയധികം തൊഴിലാളികൾ ജോലിക്ക് പോകുന്നില്ല. അതിൻ്റെ കാരണം അവർക്ക് സ്വന്തം നാട്ടിൽ തന്നെ അവസരം കിട്ടുമെന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. ബംഗാൾ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് പക്ഷേ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ അവസാനിപ്പിക്കുന്നതായിരുന്നു. ബംഗാളികൾ മടങ്ങി വരുമെന്ന് കരുതിയ കേരളം ഇനി മറ്റു മാർഗങ്ങൾ തേടേണ്ടിയിരിക്കുന്നു. 1 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് പുതിയ സർക്കാർ, പുതിയ ബഡ്ജറ്റ് ഒരു വർഷത്തിനുള്ളിൽ സർക്കാർ മേഖലയിൽ മാത്രം തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ മേഖലയിൽ മാത്രം 1 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ മറ്റു മേഖലകളിലടക്കം അത് വലിയ സ്വാധീനമുണ്ടാക്കും. സ്വകാര്യ മേഖലയിലടക്കം അത് വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ 1 ലക്ഷം തൊഴിലവസരങ്ങൾ തന്നെയാണ്. മാത്രമല്ല അതിലും 33% വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. 20,000-ഓളം തൊഴിലവസരങ്ങൾ പോലീസിലും 50,000-ഓളം തൊഴിലവസരങ്ങൾ വിദ്യാലയങ്ങളിലും സൃഷ്ടിക്കുമെന്നാണ് സർക്കാർ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA 18% നിന്നും 38% ഉയർത്തിയിരിക്കുന്നു. അതായത് 20% വർധനവ്. ജനങ്ങളുടെ, അതായത് സർക്കാർ ജീവനക്കാരുടെ വാങ്ങൽ ശേഷിയെ അത് വർദ്ധിപ്പിക്കും. ഈ പണം മാർക്കറ്റിലെത്തിയാൽ തീർച്ചയായും സംസ്ഥാനത്തെ പൊതുവിപണിയിൽ വലിയൊരു ഉത്തേജനമുണ്ടാക്കും. ഇത് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും. മാത്രമല്ല വൻപൻ അടിസ്ഥാന സൗകര്യ പദ്ധതികളും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലടക്കം തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് സ്വസ്ഥമായി ഇനി സ്വന്തം സംസ്ഥാനമായ പശ്ചിമ ബംഗാളിൽ ജോലി ലഭിക്കും. അവർക്ക് അവരവരുടെ ഗ്രാമങ്ങളിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്താനുള്ള നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ കഴിയും. പ്രതീക്ഷയോടുകൂടി തന്നെ ഈ ബഡ്ജറ്റിനെ ബംഗാൾ ജനത സ്വാഗതം ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധിയും രൂക്ഷമായിരിക്കുന്നു. തൊഴിൽ മേഖലയിൽ വലിയ തൊഴിലാളി ക്ഷാമമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ മേഖലയിലും ഹോട്ടൽ മേഖലയിലുമെല്ലാം പ്രതിസന്ധി രൂക്ഷമാണ്. ചെന്നൈയിലും ബാംഗ്ലൂരിലുമൊക്കെ വന്ന് ഇറങ്ങുന്ന ചുരുക്കം ചില ബംഗാളികൾ അവരെ നാട്ടിലെത്തിക്കാൻ, അതായത് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ചില സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും തൊഴിലാളി ക്ഷാമം രൂക്ഷമാണ്. അതേസമയം പശ്ചിമ ബംഗാൾ സർക്കാർ അവിടെയുണ്ടായിരുന്ന അനധികൃത ബംഗ്ലാദേശികളെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ പുറത്താക്കൽ ഭീഷണിയിൽ ഒട്ടനവധി ബംഗ്ലാദേശികൾ അതിർത്തി കടന്ന് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ബംഗാളിലുണ്ടായിരുന്ന നിരവധി അനധികൃത ബംഗ്ലാദേശികൾ കേരളം പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചു നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ തൊഴിൽ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. അനധികൃത ബംഗ്ലാദേശികൾ ഇങ്ങോട്ടേക്ക് വന്നാൽ തീർച്ചയായും അവർക്ക് സാധാരണ ബംഗാളികളെ പോലെ ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയും.
പക്ഷേ ആർക്കും കണ്ടെത്താനും കഴിയില്ല. വ്യാജരേഖകളുമായി നൂറുകണക്കിന് ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ കർണാടകയിൽ വന്നിറങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത പരന്നിരുന്നു. ഇതവിടെ വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സർക്കാർ ഈ പ്രതിഷേധം കണ്ട് ഉണർന്നു. ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികളുടെ അല്ലെങ്കിൽ അവർ ഹാജരാക്കുന്ന രേഖകൾ വളരെ കൃത്യമായി പരിശോധിച്ച് അവർ അനധികൃത വിദേശികളല്ല എന്നുറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിച്ചു. ചെന്നൈയിലും ബംഗളൂരുവിലുമായി ഇത്തരം ആൾക്കാർ എത്തിയിട്ടുണ്ടെന്നും ഉടനടി കേരളത്തിലും ബംഗ്ലാദേശികൾ എത്താൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിലടക്കം അനധികൃത ബംഗ്ലാദേശികൾ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നഗരസഭാ പരിധിയിലടക്കം ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണവും മറ്റും നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. ബംഗാളികളുടെ തൊഴിലവസരങ്ങളിൽ ഇനിയിപ്പോൾ ബംഗ്ലാദേശികൾ എത്തുമോ എന്ന സുരക്ഷാ ആശങ്കയുമുണ്ട്. എന്തായാലും എങ്ങനെയാണ് ഈ തൊഴിലാളി ക്ഷാമം മറികടക്കാൻ പോവുക എന്ന് കേരളത്തിന് ഒരെത്തും പിടിയുമില്ല. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയാകെ സ്തംഭിച്ചു കിടക്കുകയാണ്. നിർമ്മാണ മേഖലയിലും ഹോട്ടൽ മേഖലയിലും മതിയായ തൊഴിലാളികളെ കിട്ടുന്നില്ല. സ്വദേശീയരായ ആളുകളെ തന്നെ ഇനിയിപ്പോൾ ഈ ജോലികൾക്കായി നിയോഗിക്കണം എന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. എന്തായാലും ബംഗാളിലെ ജനങ്ങൾ ആവേശഭരിതരാണ്. കഴിഞ്ഞ 15 വർഷക്കാലം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു സംസ്ഥാനം. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ബംഗാളിലുണ്ടായില്ല. അതിനു മുമ്പ് 34 വർഷം പിന്നെ പറയേണ്ട കാര്യവുമില്ല. ഭരിച്ചിരുന്നത് CPM ആയിരുന്നു. അങ്ങനെ പതിറ്റാണ്ടുകളോളം വികസനം സ്തംഭിച്ച ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ വികസനത്തിൻ്റെ ഒരു ചെറിയ വെളിച്ചം വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് യുവതീ യുവാക്കൾക്ക് തൊഴിൽ എന്ന സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. 20,000-ഓളം തൊഴിലവസരങ്ങൾ പോലീസ് സേനയിലും 50,000-ഓളം തൊഴിലവസരങ്ങൾ അധ്യാപക വൃത്തിയിലും ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. അതോടൊപ്പം നിരവധി ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA മാത്രമല്ല വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അങ്കണവാടി ആശാ വർക്കർമാരുടെ വേതനം 5,000 രൂപയായിട്ടാണ് ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ വ്യവസായ വികസനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും പ്രത്യേകം പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധനമന്ത്രി സ്വപൻ ദാസ് ഗുപ്തയാണ് ഇന്ന് ബംഗാൾ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 8 ലക്ഷം കോടി രൂപയുടെ, അതായത് കൃത്യമായി പറഞ്ഞാൽ 8.15 ലക്ഷം കോടി രൂപയുടെ കടമാണ് പഴയ സർക്കാർ പുതിയ സർക്കാരിൻ്റെ തോളിൽ കെട്ടിവച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നികുതി വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ യാതൊരുവിധ അധിക നികുതിയും പൊതുജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ തയ്യാറല്ല. മറിച്ച് നികുതി കളക്ഷൻ ത്വരിതപ്പെടുത്തും. നികുതി കളക്ഷൻ വർദ്ധിപ്പിച്ച്, നികുതി വരുമാനം വർദ്ധിപ്പിച്ച് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പരിസ്ഥിതി അത് മെച്ചപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മാത്രമല്ല ഈ 8.15 ലക്ഷം കോടി രൂപയുടെ കടം അത് എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. പക്ഷേ ബംഗാൾ എന്ന സംസ്ഥാനം ഇനി വികസന കുതിപ്പിലേക്ക് പോകുമെന്നും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും വികസിത് ബംഗ്ല എന്ന ഒരു മുദ്രാവാക്യമാണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യത്തിന് അനുയോജ്യമായ മുദ്രാവാക്യമാണ് സംസ്ഥാന സർക്കാരും ബംഗാളിൽ ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ബഡ്ജറ്റിൽ. അതനുസരിച്ചിട്ട് വലിയ വികസന പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 11 വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ബംഗാൾ പുതിയ വികസനത്തിലേക്ക് പോകുന്നു. ബംഗാളിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിലെത്തിയപ്പോഴും പറഞ്ഞത് അതുതന്നെയാണ്. വികസന രാഹിത്യത്തിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി വികസിത ഭാരതത്തിൻ്റെ നാളുകളാണ്. അതുകൊണ്ട് തന്നെ ബംഗാൾ അടക്കം ഭാരതത്തിൻ്റെ വികസനത്തിന് ഒപ്പം ചേരുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായ വികസന രാഷ്ട്രീയം എന്ന അവകാശവാദത്തിനോട് ചേർന്ന് നിൽക്കുന്ന ബഡ്ജറ്റാണ് ബംഗാൾ മന്ത്രിസഭ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും ബംഗാളിലെ ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരായ തൊഴിലാളികൾ പോലും ഇത്തരം പ്രഖ്യാപനങ്ങളിൽ സംതൃപ്തരാണ്. അവരുടെ മനസ്സിൽ വലിയ ആശയും ആവേശവുമുണ്ട്. അവരുടെ ജീവിതം ഇനിയെങ്കിലും മാറ്റിമറിക്കപ്പെടും എന്നൊരു വിശ്വാസം അവരിൽ വന്നിരിക്കുന്നു. ആ വിശ്വാസം തകരാതെ സൂക്ഷിച്ചാൽ സുവേന്ദു അധികാരി സർക്കാർ അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കും.